തെറ്റെന്താന്ന് വെച്ചാൽ ഞാനും മാക്കൊന്നും ഈവൻ ഗ്യാങ് എന്ന് ഇറങ്ങിയ സമയത്ത് വ്യക്തമായിട്ട് ഗ്യാങ് എന്ന് ഇറങ്ങാനുള്ള റീസൺ എന്താന്നുള്ളത് ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഈവൻ ഈ രാജുഭായിനോട് പോലും അല്ലെങ്കിൽ അപ്പാപ്പൻ റൊസാരിയോ ഒരാളോട് ഞാൻ അന്ന് അത്രയും മൈൻഡ് ഫക്ക് ആയിട്ടാണ് ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്നിട്ട് ഞാൻ കടന്നുറങ്ങി പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോൾ കുറേ മിസ് കാൾ ഉണ്ട്. ഞാൻ ആരടുത്തും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോത്തിന് ഇവർ എന്താ പറയുക ഇരുത്തി ഓരോരുത്തരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൺവിൻസ് ചെയ്ത് അവിടെ ഗ്യാങ്ങിൽ കളിപ്പിക്കാനുള്ള രൂപത്തിലൊക്കെ ആക്കി കഴിഞ്ഞു. മനസ്സിലായോ? പിന്നെ ഞാൻ രാത്രി വന്നിട്ടാണ് ഞാൻ അങ്ങനെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങുകയാണ്. അതും അവിടെ ആരടുത്തും ഞാൻ പ്രോപ്പർ റീസൺ പറയാതെയാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് എൻ്റെതായ പേഴ്സണൽ കാര്യം ഉണ്ടായതുകൊണ്ടാണ് ബ്രോ ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയത്. അത് എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ് ഇറങ്ങിയത്. അതെനിക്ക് ലൈവിലും പറയാൻ താല്പര്യമില്ല. മനസ്സിലായോ? അത് ഞാൻ എന്നാൽ തന്നെ ഞാൻ 1-2 പ്രാവശ്യം ഞാനത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞാൻ മാക്സിമം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം, ഇവിടെ വന്നാണ്ട് എല്ലാം വളമ്പാൻ പറ്റൂല. മനസ്സിലായോ? ഞാൻ ബാക്കിയുള്ള ആൾക്കാരെ മാതിരി മണ്ടനല്ല. എനിക്ക് ഓരോരുത്തരെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഈ അമ്പി എന്നൊക്കെ പറഞ്ഞാണ്ട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോൾ ഒരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഞാൻ അയാളെ നേരിട്ട് കാണുമ്പം ഇഷ്ടമുള്ള പോലെ നിൽക്കും. ചിലപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ആയിരിക്കും സംസാരം. ഞാനത് കഴിഞ്ഞ് വന്ന് മാറി വരുമ്പം എനിക്ക് അവനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള ആൾക്കാരോട് ഞാൻ ആ മോശം പറയുള്ളൂ. ഞാനത് വന്നുകാണ്ട് ലൈവിലിരുന്നുകാണ്ടോ അല്ലെങ്കിൽ പബ്ലിക്കലി ആ ഹെയ്റ്റ് ഒന്നും ഞാൻ അവരുടെ അടുത്ത് കാണിക്കാറില്ല. ഞാൻ പൊതുവെ അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. അത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇപ്പോൾ ഈ വേറൊരു കേസ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഓസി ആയിട്ട് ആരെങ്കിലും ഗ്യാങ്ങിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാങ് വിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു രാജുഭായി ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും. എനിക്കറിയാം, അവിടെ ഇരുന്ന് കാണുന്നുണ്ടാവും. അപ്പം രാജുഭായി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റന്നാൾ എന്തോ റാംബോ ഓസി ആയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന അന്ന് ദയവ് ചെയ്ത് ഈ ഗ്യാങ്ങിൽ നിന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോകണം. അതാണ് ഒരു പറഞ്ഞ വാക്കിന് അറ്റ്ലീസ്റ്റ് ഒരു വില ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഓസി ആയിട്ട് പോകൂല എന്ന് പറയും ചെയ്യുക, പിന്നെ ഒരു സൈഡിൽ നിന്ന് ഓസി ആയിട്ട് പോകാൻ വേണ്ടിങ്ങാണ്ട് വേറെ ആൾക്കാരെ പറഞ്ഞേക്കുക. അതൊരിട്ടും നല്ല പ്രവണത അല്ല. മനസ്സിലായോ? ഇന്നേ വരെ ഞാൻ എൻ്റെ ലൈവിലോ അല്ലെങ്കിൽ ആരടുത്തും ഞാൻ ഇവിടെ വന്നുങ്ങാണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പം നമ്മൾ ഗ്യാങ് സ്പ്ലിറ്റായി VH-ഉം RG7-ഉം ആയിരുന്നുണ്ടെങ്കിൽ VH-നെ സപ്പോർട്ട് ചെയ്യരുതെന്ന് ഇന്നേ വരെ ഞാൻ ഇവരടുത്ത് ആരടുത്തും പറഞ്ഞിട്ടില്ല. ഇത് ഇവരെ പേഴ്സണൽ ചോയ്സാണ്. ഇനി ഇതിൽ നിന്ന് ഇപ്പം ഇനി 1000-2000 ആൾക്കാർ എനിക്ക് പോയാലും എന്നെ സംബന്ധിച്ചാവുന്ന വിഷയമല്ല. എനിക്ക് ഇനിയിപ്പോൾ ഈ കരിയർ നിർത്തി പോകണമെന്നുണ്ടെങ്കിലും എനിക്ക് ഉണ്ടാക്കാനുള്ളത് ഞാൻ അവിടെ 4-5 കട ചെയ്യങ്ങാണ്ട് വരുന്ന 19-ാം തീയതി എൻ്റെ പുതിയ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനുമാണ്. അതിൻ്റെയും തിരക്കിലൊക്കെ ആയിട്ട് നമ്മൾ പല സോയിലാണ്. അപ്പം എനിക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മാണ്ടോര് എൻ്റെ കോണ്ടന്റ് കാണണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ RG7 എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിനെ എങ്ങനെയൊക്കെ ബെസ്റ്റ് ആക്കിങ്ങാണ്ട് എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നൊക്കെ ഉള്ള എൻ്റെ കണ്ടന്റും എൻ്റെ സ്ട്രീമിങ്ങും ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാർ മാത്രം നിന്നാൽ മതി. മനസ്സിലായോ? അല്ലാതെ ഞാൻ പേഴ്സണൽ ലൈഫിൽ ഞാൻ എവിടെയെങ്കിലും പോയി ആർക്കെങ്കിലും കുൽസിതം ചെയ്യുന്നുണ്ടോ? ഷെയ്ഖ് VC-യിൽ പറഞ്ഞതെന്ത്? ഇതൊന്നും അറിയാൻ വേണ്ടിങ്ങാണ്ട് ഒരു കുണ്ണാളും എൻ്റെ ലൈവ് കാണണ്ട. മനസ്സിലായോ? അങ്ങനെ പോകേണ്ടവർക്കൊക്കെ പോവാം. അപ്പുറത്ത് പോയി